കേരളത്തിൽ CPM-നും കോൺഗ്രസിനും ഒരേപോലെ ഇഷ്ടപ്പെട്ട ഒരു പ്രയോഗമാണ് മണിപ്പൂർ. മണിപ്പൂർ കത്തിയെറിഞ്ഞിട്ട് മോദി എന്ത് ചെയ്തു? മോദി ഒന്നും മിണ്ടിയില്ല. പാർലമെൻറ്റിൽ പോലും മോദി പ്രതികരിച്ചില്ല. അതുകൊണ്ട് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു. അതിന് മറുപടി മോദി പറയാൻ നേരം ഈ ആശാന്മാർ ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഇപ്പോൾ മണിപ്പൂരിനെ കുറിച്ച് മോദിക്ക് എന്താണ് പറയാനുള്ളതെന്ന് ഇന്ത്യയിലെ രാഷ്ട്രീയ രംഗത്തുള്ള എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന ഒരു വസ്തുതയാണ്. ഇപ്പോഴിത് ആദ്യമായി ഒരു മാധ്യമത്തിന് ആസാം ട്രിബ്യൂൺ എന്നുള്ള പത്രത്തിന് നരേന്ദ്രമോദിയുടെ ഒരു അഭിമുഖം കിട്ടിയിരിക്കുന്നു. മണിപ്പൂരിനെ കുറിച്ച് മോദി വാചാലനായിട്ടുണ്ട്. നമ്മുടെ മാധ്യമങ്ങൾ ഇത് കാണിക്കുന്നേയില്ല. അവർക്ക് മണിപ്പൂർ ഇങ്ങനെ കത്തി നിൽക്കണം, കേരളത്തിലെ ഒരു വിഭാഗം ആളുകളെ അതിൻ്റെ പേരിൽ BJPക്ക് എതിരാക്കണം എന്നുള്ള അജണ്ട ഉള്ളതുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യില്ല എന്നറിയാവുന്ന ആ വിഷയം നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നു. തീർച്ചയായും സന്തോഷകരമായൊരു വിഷയമാണ്. ആസാം ട്രൈബ്യൂണലിലെ ദത്താ ചൗധരി ആണ് പ്രൈം മിനിസ്റ്ററെ കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂ ചെയ്തത്. അവരുടെ പത്രത്തിലെ പ്രധാനപ്പെട്ട വാർത്തയായി അത് വന്നിട്ടുണ്ട്. മണിപ്പൂർ മാത്രമല്ല, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ പൊതുവെ ബാധിക്കുന്ന വിഷയങ്ങളാണ് അദ്ദേഹം ചോദിച്ചത്. അതിലെ 5ാമത്തെ ചോദ്യമായിട്ടാണ് മണിപ്പൂർ കടന്നു വന്നത്. കുടിയേറ്റ പ്രശ്നം, ബോർഡർ സംസ്ഥാനത്തിൻ്റെ പ്രശ്നം, അരുണാചൽ പ്രദേശിൻ്റെ ചൈന ഇന്ത്യ തർക്കം, ഇതൊക്കെ ചോദ്യമായതിന് ശേഷമാണ് മണിപ്പൂരിനെ പറ്റി മിസ്റ്റർ ചൗധരി ചോദിക്കുന്നത്. പ്രധാനമന്ത്രി വളരെ സന്തോഷത്തോടെ അതിന് സവിസ്തരം മറുപടി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, മണിപ്പൂർ കത്തിയെരിഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് എല്ലാ ദിവസവും ആഭ്യന്തരമന്ത്രി അമിത് ഷാ അവിടെ സ്ഥലത്തെത്തി അതിലെ തൽപര കക്ഷികളെ പല നിലയിൽ 15 തവണ കണ്ട് സംസാരിച്ചിരുന്നു. 15 തവണ? അദ്ദേഹം ഉപയോഗിച്ച 15 കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആ സ്ഥലത്ത് താമസിച്ച് 15 റൗണ്ട് ചർച്ച നടത്തി. ഇപ്പോൾ അവിടുത്തെ പ്രശ്നം കെട്ടടങ്ങിയിരിക്കുകയാണ്. ഇത് രാഷ്ട്രീയമായി മുതലെടുക്കാൻ കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ശ്രമിച്ചിരുന്നു. പക്ഷെ കേരളത്തിൽ അതിന് വേറെ പ്രദേശത്തെങ്ങും ഇല്ലാത്ത ഒരു പ്രാധാന്യം ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും കൊടുത്തു. അത് അദ്ദേഹം പറയുന്നുണ്ട്? ഇല്ല, അത് അദ്ദേഹം പറയുന്നില്ല. ഇത് നമ്മുടെ അഭിപ്രായം. അപ്പോൾ അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ ഇത് പ്രധാന വിഷയമായിട്ട് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിൽ ഇത് ഇവിടുത്തെ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെ BJP ആയിട്ട് എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് ഇതിനെ ഉപയോഗിക്കാം. നല്ലൊരു സുരേഷ് ഗോപി പോകുന്നിടത്തൊക്കെ മണിപ്പൂർ എന്ന് ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രൈം മിനിസ്റ്റർ പ്രതികരിക്കുന്നില്ല, പ്രൈം മിനിസ്റ്റർ അവിടെ പോയില്ല എന്നൊക്കെ രാഹുൽ ഗാന്ധി പറയുകയും ചെയ്തു. പ്രൈം മിനിസ്റ്റർ പാർലമെൻറ്റിൽ ഇതിനെപ്പറ്റി വന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു. ആ മറുപടി ഇവർ ബഹിഷ്കരിച്ചു, കേൾക്കാൻ കൂട്ടാക്കിയില്ല. പക്ഷേ ഈ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇതിനെപ്പറ്റി മണിപ്പൂർ വിഷയം ഞാൻ പാർലമെൻറ്റിൽ മറുപടി പറഞ്ഞതാണ്. ഈ പ്രദേശത്തെ ഈ വംശീയമായ സംഘടന ഒഴിവാക്കാൻ 2 കൂട്ടരുടെ ആവശ്യം പരിഗണിച്ച് അവിടെ എല്ലാ റിസോഴ്സസും ഗവേണൻസിന് സംബന്ധിക്കുന്ന എല്ലാ ഫസ്റ്റ് ക്വാളിറ്റി പ്രവർത്തനങ്ങളും മണിപ്പൂരിൽ ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യുന്നതാണ്. അവരുടെ വെൽഫെയറും റീഹാബിലിറ്റേഷനും വേണ്ടുന്ന എല്ലാ നടപടിയും ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ വിഭാഗത്തിൻ്റെയും ആവലാതികൾ ഗവൺമെൻറ് സശ്രദ്ധം കേൾക്കുന്നു. ഇത് ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാവുന്നതിൻ്റെ മാക്സിമം മണിപ്പൂർ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ രാഷ്ട്രീയമായി മുതലെടുപ്പ് ശ്രമിച്ചുകൊണ്ടിരുന്നവർ ഇപ്പം മിണ്ടുന്നില്ല. ഇപ്പോൾ മണിപ്പൂർ കെട്ടടങ്ങാതിരിക്കുകയാണ് അവർക്ക് ആവശ്യം. പക്ഷേ അവിടെ ശാന്തമായിക്കൊണ്ടിരിക്കുന്നു. അവരൊക്കെ ഇപ്പോൾ ഇനി നിരാശരാകും. ഇത്രയും ആണ് അദ്ദേഹം പറഞ്ഞ മറുപടി. ഇത് ആദ്യമായി മണിപ്പൂർ എന്ന വിഷയത്തിൽ ഒരു പൊതുമാധ്യമത്തോട് പ്രധാനമന്ത്രി പ്രതികരിക്കുകയാണ്. അതാണ് ഇതിനകത്തെ പ്രാധാന്യം. അതുകൊണ്ട് CNN ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങൾ മണിപ്പൂരിനെ കുറിച്ച് പ്രധാനമന്ത്രി പറയുന്നു എന്ന തലക്കെട്ടിലാണെന്നത് ഉച്ചയ്ക്കൊക്കെ ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കും. ഇന്നലെ വന്ന അഭിമുഖമാണ് ഇന്നത്തെ പത്രത്തിൽ. ഇന്നത്തെ ട്രൈബ്യൂൺ, ആസാം ട്രൈബ്യൂണിൽ വന്ന തിങ്കളാഴ്ച വന്നു വാർത്തയാണിത്. പക്ഷേ ഇതെന്തുകൊണ്ടായിരിക്കും ഈ ദേശീയ മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത ഇനിയിപ്പം ആസാം ട്രിബ്യൂൺ നമ്മുടെ ചാനലുകാരോ പത്രക്കാരോ കണ്ടിട്ടില്ലെങ്കിൽ അവർ നാഷണൽ മീഡിയ NDTV-യോ CNN-ഓ അല്ലെങ്കിൽ റിപ്പബ്ലിക്കോ ഒക്കെ നമ്മുടെ ചാനൽ സ്റ്റുഡിയോകളിൽ തുറന്നു വെക്കുന്ന ചാനലുകളാണ്. ഇത് മാത്രം എന്തുകൊണ്ടായിരിക്കും? പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഏഷ്യാനെറ്റ് പോലും.
അവർ പിന്നെ ഇതിനെ ഇഗ്നോർ ചെയ്താണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഗാർഡിയനും ലണ്ടൻ ടൈംസും എല്ലാം സ്കാൻ ചെയ്ത് രാവിലെ ഇന്ത്യക്കെതിരെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു, BBC എന്തെങ്കിലും ഇതെല്ലാം അരിച്ചു നോക്കുന്ന ആസ്ട്രേലിയൻ ടൈംസ് വരെ എടുത്ത് പരിശോധിക്കുന്നവരാണ്. അപ്പോൾ ഇത് മോഡിയുടെ ഇൻ്റർവ്യൂ മണിപ്പൂരിനെ പരാമർശിക്കുന്നു എന്നുള്ള കാര്യം തന്നെ കാണാത്തതല്ല. അഥവാ കാണാതെ പോയെങ്കിൽ CNN വന്നു കഴിഞ്ഞപ്പോൾ ഉറപ്പായി കാണേണ്ടതല്ലേ. അപ്പോൾ നമ്മളിത് ആസാമിലെ ഒരു പത്രത്തിനും പ്രൈം മിനിസ്റ്ററും ഇൻ്റർവ്യൂ കൊടുക്കുമെന്ന് മുൻകൂട്ടി അറിഞ്ഞിട്ടല്ലല്ലോ പോയി കണ്ടത്. ഈ ഇലക്ഷൻ കാലത്ത് ഓരോ പ്രദേശത്തെയും പത്രങ്ങൾ അരിച്ചു പറക്കി നോക്കുമ്പോഴാണ് നമ്മളുടെയും ശ്രദ്ധയിൽ വരുന്നത്. അല്ല, പരിമിതമായ സൗകര്യങ്ങളുള്ള നമ്മൾ പോലും ഇത് കണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നു. അപ്പോൾ അതിവിപുലമായ സൗകര്യങ്ങളും എല്ലായിടത്തും ലേഖകരും ഒക്കെയുള്ള ചാനലുകളും പത്രങ്ങളും കണ്ടില്ല എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ കഴിയില്ല. മനഃപൂർവ്വം കാണിക്കാത്തതാണ്. ആണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പിന്നെ വിൽപ്പന നടത്തുന്ന പത്രത്തിൻ്റെ ചാനലും ഈ വിഷയത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ അനേകം വാർത്തകൾ കൊടുത്തതുകൊണ്ട് അവർക്ക് ഇതേപ്പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം വാർത്തയാക്കാനൊരു ബാധ്യത ഉള്ളവരാണ് അത്. പക്ഷേ മലയാള പത്രങ്ങൾ, മലയാള മാധ്യമങ്ങൾ ഈ കുറേ ഇങ്ങനെ ബയസ്ഡായിട്ട് നീങ്ങാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. പണ്ടൊക്കെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധം എന്ന് പറയുമായിരുന്നു. പക്ഷേ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയല്ല, ഇവരൊക്കെ അടിസ്ഥാനപരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഐഡിയോളജി കൊണ്ട് നടക്കുന്നവരാണ്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ഇപ്പോൾ പാലിക്കേണ്ട കാര്യമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കമ്മ്യൂണിസം ഒന്നുമില്ല. അവരെ ഭയപ്പെടേണ്ട കാര്യമോ ഇല്ലേ, അവരെ എതിർക്കേണ്ടതായ പ്രശ്നങ്ങളോ ഇല്ല. അവർ കോൺഗ്രസിനെ പോലെ തന്നെ മറ്റൊരു പാർട്ടി എന്നതിനപ്പുറത്ത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലെ ഒരു കക്ഷിയോടും ഒരു പ്രത്യേക വിരോധം കണ്ടത്തിൽ കുടുംബത്തിന് തോന്നേണ്ട കാര്യമില്ല. അല്ല, കണ്ടത്തിൽ മനോരമ മാത്രമല്ല, അല്ല, അവരായിരുന്നല്ലോ പ്രഖ്യാപിതമായ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നാൽ വിഷം കുടിച്ചു മരിക്കും എന്ന് KC മാമൻ മാപ്പിള പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അല്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. അല്ല, അത് എട്ടാമത്തെ മോതിരം എന്ന K. മാത്യുവിൻ്റെ ഓട്ടോബയോഗ്രഫിയിൽ നമ്മളിത് പരിശോധിച്ചു. അദ്ദേഹം അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് പുന്നൂസിനോടാണ് ഈ സംഭാഷണ മധ്യത്തിൽ ഇതിങ്ങനെ പറഞ്ഞതെന്നും അദ്ദേഹത്തിൻ്റെ വാചകം ഇവർ പറയുന്നത് പോലെ ഞാൻ പിന്നെ അറേബ്യൻ കടലിൽ ചാടി മരിക്കുമെന്നോ ആത്മഹത്യയൊന്നും അല്ല. ഈ പുസ്തകങ്ങളൊന്നും വായിക്കാൻ സൗകര്യമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാർ തന്നെ കൊടുക്കുന്ന സാഹിത്യവും പുസ്തകങ്ങളും ഒക്കെ വായിച്ച് ജീവിക്കുന്നതിൽ ഭേദം മരിക്കുന്നതാണ്. അങ്ങനെയാണ് അദ്ദേഹം. അല്ല, കമ്മ്യൂണിസ്റ്റുകാരെങ്ങാണ് ഇവിടെ അധികാരത്തിൽ വരികയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. ഇത് അദ്ദേഹം അന്ന് പിന്നെ തിരുനക്കര മൈതാനത്ത് വൈകിട്ട് പ്രസംഗിച്ചു. പുന്നൂസ് ഈ സംഭാഷണം കഴിഞ്ഞ് പോയിട്ട്. അപ്പോൾ അല്പം മുമ്പ് ഒരു ആൾ ഇങ്ങനെ പറഞ്ഞു, കമ്മ്യൂണിസ്റ്റുകാരൻ അധികാരത്ത് വന്നാൽ ആത്മഹത്യ ചെയ്ത് കളയും. അങ്ങനെ അത് വ്യാഖ്യാനിച്ച് പോയതാണെന്ന് K. മാത്യു എഴുതിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ കാര്യം. നമ്മൾ പറഞ്ഞു വന്നത് മണിപ്പൂരിനെ പറ്റിയുള്ള പ്രൈം മിനിസ്റ്ററുടെ പ്രതികരണമാണ്. പ്രൈം മിനിസ്റ്റർ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ആ കാര്യം വ്യക്തമായിട്ട് ക്ലാരിഫൈ ചെയ്തു. അല്ല സാർ, അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ഈ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ സവിശേഷമായ ഒരു ആഭിമുഖ്യം ക്രൈസ്തവ സഭയിൽപ്പെട്ട അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസികളിൽ നിന്ന് BJPക്ക് അനുകൂലമായി പതുക്കെ ഉണ്ടാകുന്നുണ്ട്. എസ്പെഷ്യലി ചെറുപ്പക്കാർ. അപ്പോൾ അവരെ കൺഫ്യൂസഡാക്കിയ ഒരു സാധനമായിരുന്നു മണിപ്പൂർ. അതെ അതെ. പക്ഷേ അതിൻ്റെ ഒരു ക്ലാരിറ്റി പ്രധാനമന്ത്രി ഇപ്പോൾ പറയുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മാധ്യമങ്ങൾക്ക് താല്പര്യമുള്ളതുകൊണ്ട് അവരത് തമസ്കരിക്കും. പക്ഷേ കേരളത്തിലെ BJP അത് ഏറ്റെടുക്കട്ടെ. ഇപ്പോൾ മോദിയുടെ ഈ പ്രസംഗം അല്ലെങ്കിൽ ഈ ഇൻ്റർവ്യൂ റീലുകളായിട്ടും ഒക്കെ ആയിട്ട് വലിയ പ്രചാരണം BJP ഏറ്റെടുക്കണം. ഇന്നത്തെ മാസം ട്രൈബ്യൂൺ റിപ്പോർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. അത് പിന്നെ ആ പ്രദേശത്തു നിന്നുള്ള ഒരു പത്രമാണ്, ഇവിടെ ഒന്നും പ്രചാരത്തിലുള്ളതല്ല. നാളെ മുതൽ ഇവിടുത്തെ BJPക്കാർ അത് ഏറ്റെടുക്കട്ടെ എന്ന് കരുതാം. തീർച്ചയായിട്ടും ഏറ്റെടുക്കേണ്ടതാണ്. നാളെ ജന്മഭൂമിയിൽ ഇത് ഒരു വാർത്തയായി വന്നുകൂടായില്ല. അതിനുപരി ഇവിടുത്തെ ക്രിസ്ത്യൻ സഭകൾക്ക് ഈ മണിപ്പൂരിനെ കുറിച്ച് പ്രധാനമന്ത്രി അവസാനമായി പറഞ്ഞത് ഇതാണ്, ഇതിൽ തൃപ്തരാകാതിരിക്കാൻ ന്യായമില്ല. ബോംബെയിലെ കർദിനാൾ മുമ്പൊരിക്കൽ ഇത് ഒരു രണ്ട് വംശങ്ങൾ തമ്മിലുള്ള കലാപമാണ്, അതിനകത്ത് ജാതിയും മതമൊന്നും അല്ല എന്ന് വളരെ അസന്നിഗ്ധമായി പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ പ്രചരിപ്പിക്കുന്നത് സംഘപരിവാറുകാർ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുകയാണെന്നുള്ള പച്ചക്കള്ളമാണ് പ്രചരിപ്പിക്കുന്നത്. അതിനകത്ത് മെയ്തൈ വിഭാഗത്തിൽ അത് സംഘപരിവാർ പോഷക സംഘടനയൊന്നും അല്ലല്ലോ. അതെ അതെ അതെ. അല്ല, അതിൻ്റെ വസ്തുതകൾ ഒരു വശത്ത് മറച്ചു വെച്ചുകൊണ്ടുള്ള പ്രചരണമാണ്, രാഷ്ട്രീയ ലാക്കോടുകൂടിയുള്ള ദുഷ്ടപ്രചരണമായിരുന്നു നടന്നത്.
പക്ഷേ ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ പറഞ്ഞില്ല, പ്രൈം മിനിസ്റ്റർ അവിടെ പോയില്ല എന്നൊക്കെയുള്ളതായിരുന്നു രാഹുൽ ഗാന്ധിയുടെയൊക്കെ ആരോപണമേ. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ അത് ക്ലാരിഫൈ ചെയ്തു. അല്ല സാർ, ഈ മണിപ്പൂരിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ ഇറോം ശർമ്മള ഏതാണ്ട് 2 പതിറ്റാണ്ടോളം അവർ ഈ മണിപ്പൂരിലെ കലാപ അന്തരീക്ഷത്തിൽ പ്രഖ്യാപിച്ച അഫ്സ എന്ന് പറയുന്ന പട്ടാള നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഇറോം ശർമ്മള സമരം നടന്നു, നിരാഹാരമായിരുന്നു. ഒരുപക്ഷെ ലോകത്ത് നടന്ന ഏറ്റവും ദൈർഘ്യമേറിയ ഉപവാസമായിരിക്കാം. അപ്പോൾ അഫ്സ പിൻവലിക്കണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. അഫ്സ ഏർപ്പെടുത്തിയത് മണിപ്പൂർ കലാപകലുഷിതമായതുകൊണ്ടാണ്. അപ്പോൾ മോദിയുടെ കാലത്തല്ല, അതിനു മുമ്പേ 10-20 വർഷങ്ങൾക്കപ്പുറത്ത് തന്നെ ഈ കലാപം രൂക്ഷമായതിനെ തുടർന്നാണ് അന്നത്തെ UPA സർക്കാർ അവിടെ പട്ടാള നിയമം പ്രഖ്യാപിച്ചത്. കലാപം ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം നിരന്തരം 2 ഗോത്രങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി പരസ്പരം കൊന്നൊടുക്കി അതിനെ തുടർന്നാണ് ഈ പട്ടാള നിയമം ഏർപ്പെടുത്തിയത്. പക്ഷേ 2014 നരേന്ദ്രമോദി വന്നപ്പോഴാണ് ഈ പട്ടാള നിയമം പിൻവലിച്ചത്. അപ്പോൾ മണിപ്പൂരിൽ മോദിയുടെ കാലത്ത് മണിപ്പൂരിൽ മെയ്തൈ, കുക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിന് അയവ് വരികയാണ് ചെയ്തത്. അത് മണിപ്പൂരിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നോർത്ത് ഈസ്റ്റിന് മൊത്തം 7 സ്റ്റേറ്റിൻ്റെയും കാര്യത്തിൽ അത് ഈ ഇൻ്റർവ്യൂവിൽ മോഡിയെ എടുത്തു പറയുന്നുണ്ട്. 2014 ശേഷമാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പ്രശ്നം ഒരു വികസന പ്രശ്നമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഏറ്റെടുക്കുന്നു. അതുവരെ ഈ പ്രദേശത്തു നിന്ന് ലഭിക്കുന്ന സീറ്റുകളുടെ എണ്ണവും ഇവിടുത്തെ രാഷ്ട്രീയ സ്ഥിതിയും വെച്ചുകൊണ്ട് ഭരണത്തിലിരുന്നവരെല്ലാം ഈ പ്രദേശത്തെ അവഗണിക്കും. പിന്നെ ആകെയുള്ള ഒരു സ്ട്രാറ്റജിക്കൽ ഇമ്പോർട്ടൻസ് ഇത് ബോർഡർ സ്റ്റേറ്റുകൾ ഇതിൽ വരുന്നു എന്നുള്ളതായിരുന്നു. അപ്പം ഈ ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങളായിരുന്നു. പക്ഷേ അതിനേക്കാൾ മിസോറാം, മേഘാലയ, സിക്കിം അടക്കം ഉള്ള സ്റ്റേറ്റുകളുടെ പ്രാധാന്യം മനസ്സിലാക്കി അവിടുത്തെ ജനങ്ങളുടെ വിഷമ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്ത ഏക സർക്കാർ തൻ്റെ സർക്കാരാണ്. അല്ല, ഞാൻ ഇപ്പോൾ കേരളത്തിലെ ഈ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും മണിപ്പൂരിൻ്റെ പേരിൽ ആവേശം കൊള്ളുന്നുണ്ടെങ്കിൽ അവരാലോചിക്കണം, മോദി വരുന്നതിന് മുമ്പും മണിപ്പൂരിൽ കലാപം ഉണ്ടായിരുന്നു, അവിടെ പട്ടാള നിയമം ഉണ്ടായിരുന്നു. കലാപം ഉള്ളതുകൊണ്ട് ഈ മുഖികളും മെയ്തൈകളും ഏറ്റുമുട്ടിയതുകൊണ്ടാണ് പട്ടാള നിയമം ഏർപ്പെടുത്തിയത്. ആ പട്ടാള നിയമം ഒഴിവാക്കിയത് മോദിയാണ്. അപ്പം കാര്യങ്ങൾ മെച്ചപ്പെട്ടത് മോദിയുടെ കാലത്താണ്. ഒരുപക്ഷെ മോദിയുടെ കാലത്ത് അവിടെ സമാധാനം വന്നത് ഇഷ്ടപ്പെടാത്ത ആളുകൾ വീണ്ടും കത്തിച്ചതാണ്. ഈ ബോഡോ കലാപം ഇപ്പോൾ ഇല്ലല്ലോ. ഇല്ല, ബോഡോ കലാപകാരികളെല്ലാം ആയുധം വെച്ച് കിടങ്ങി. നാഗാലാൻഡിലെ കലാപം ഇല്ല, നാഗ ഇൻസർജൻസി. അതെ. അപ്പോൾ ഈ ഇത്തരം പ്രശ്നങ്ങളെ അസ്തമിച്ച ഒരു സമയത്ത് വീണ് കിട്ടിയ ഒരു തീപ്പൊരിയായിരുന്നു മണിപ്പൂർ. ആ മണിപ്പൂരിനെ കുറിച്ചുള്ള പ്രൈം മിനിസ്റ്ററുടെ നിലപാടിപ്പോൾ വ്യക്തമായിരിക്കുന്നു. അത് പുറത്തു അത് വളരെ ജനാധിപത്യ വിശ്വാസികളും മതേതര വിശ്വാസികളുമായിട്ടുള്ള ആളുകൾ മോദിയുടെ ഈ അഭിമുഖം കാണുകയും വായിക്കുകയും അറിയുകയും സത്യാവസ്ഥ മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.